പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. ജനുവരി 2-ന് തൃശൂരിലാണ് അദ്ദേഹം എത്തുന്നത്. സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കും. പരിപാടിയിൽ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. വനിതാ ബിൽ പാസാക്കി പ്രധാനമന്ത്രിക്ക് അനുമോദനങ്ങളും സമർപ്പിക്കും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി മാസം 2-ാം തീയതി കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ ശക്തി സംഗമത്തിന് തൃശ്ശൂരിൽ വരിക. അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വനിതാ സംരംഭകർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള വിവിധ വിഭാഗം സ്ത്രീകളുടെ പ്രതിനിധികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തിയുള്ള വലിയൊരു മഹാസംഗമമാണ് തൃശ്ശൂരിൽ ജനുവരി 2-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് ശേഷമുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള ഏറ്റവും ആദ്യത്തെ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായിട്ട്. മനോജ്, കേരളത്തിലേക്ക് വീണ്ടും പ്രധാനമന്ത്രി എത്തുന്നു. സ്ത്രീ സംഗമത്തിൽ, തൃശ്ശൂർ നടക്കുന്ന സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ഇപ്രാവശ്യം എത്തുമ്പോൾ സ്ത്രീകൾക്ക് അഭിമാനകരമായ ഒരു വനിതാ സംവരണ ബിൽ, ചരിത്രപരമായ വനിതാ സംവരണ ബിൽ സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകളുണ്ട് ഈ കേരളത്തിന്റെ സന്ദർശനത്തിൽ. തീർച്ചയായും രജനി, വലിയൊരു സ്ത്രീ ശക്തി സംഗമത്തിനാണ് ഇനി തൃശൂർ ജില്ല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ തീയതിയും സമയവും പ്രഖ്യാപിച്ചത്. തൃശൂർ ജില്ലയിലാണ് ജനുവരി 2-ാം തീയതി ഈ പരിപാടി നടക്കുക. 2 ലക്ഷം സ്ത്രീകളാണ് ഈ സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കുക. വനിതാ ബിൽ പാസാക്കിയതിനു ശേഷമുള്ള ദേശീയ തലത്തിലുള്ള ആദ്യ പരിപാടിയാണ്. ഇത്രയധികം സ്ത്രീജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയ ഒരു സംഗമം. അതിൽ പ്രധാനമന്ത്രി ഈ സ്ത്രീജനങ്ങളോടൊത്ത് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം സ്ത്രീകൾ ഈ തൃശ്ശൂരിൽ ഒന്നിച്ചു കൂടുന്നത്. എന്തായാലും വലിയൊരു ഒരുക്കങ്ങൾ തന്നെയാണ് ഇന്നു മുതൽ ഇവിടെയുള്ള BJP പ്രവർത്തകരും അതുപോലെ തന്നെ മഹിളാ മോർച്ച പ്രവർത്തകരും ഒക്കെ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രി ആദ്യത്തെ, അതായത് വനിതാ ബിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ അഭിമാനകരമായിട്ടുള്ള, ഭാരതത്തിലെ വനിതകൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു സംവരണ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് പാസ്സാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ കൃത്യമായും പ്രധാനമന്ത്രിയെ വരവേൽക്കുക അത്രയും ഗംഭീരമായി തന്നെയായിരിക്കും. അതിന്റെയൊക്കെ ഒരുക്കങ്ങളെന്ന വണ്ണം BJPയുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഇന്നു മുതൽ ഈ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ സാഹചര്യം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചിരുന്നു. സ്ത്രീകൾക്ക് കൃത്യമായിട്ടും ഒരു നീതി കിട്ടാത്ത അവസ്ഥയാണ്. നിലവിലെ വണ്ടിപ്പെരിയാറിലെ കേസും അതുപോലെ തന്നെ മറ്റ് പല സമീപകാലത്തുണ്ടായ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ല് പാസാക്കിയതും അവരെ സംരക്ഷിക്കുവാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഇത്രയധികം വനിതകൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഈ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്തരം വലിയ രീതിയിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ സുരക്ഷാ ചുമതലയും എല്ലാം കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയെ കേരളത്തിൽ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും BJPയുടെ സംസ്ഥാന തലത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ വരികയാണ്. കേരളത്തിലെ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി നമുക്ക് പറയാനുള്ളത്? തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം പരിപാടികൾ, അതായത് BJPയുടെ ശക്തി വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിൽ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ, നിഷ്പക്ഷമായിട്ടുള്ള സ്ത്രീകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചത്. അത്തരത്തിൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഈ പരിപാടി ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള വലിയൊരു സ്ത്രീജനങ്ങളുടെ ഒരു ശക്തി സംഗമം, അത് വളരെയധികം ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ പ്രധാനമന്ത്രി
ആ ഒരു ശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി തൃശ്ശൂർ ജില്ലയെ മാത്രമല്ല കേരളത്തിലെ ഒന്നടങ്കം സ്ത്രീജനങ്ങൾക്ക് അഭിമാനകരമായിട്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നുണ്ട്. എന്തായാലും 2 ലക്ഷത്തിലധികം വനിതകൾ ഒത്തുകൂടുന്ന ഈ തൃശ്ശൂർ നഗരത്തിൽ ഈ ഉച്ചയോടുകൂടിയാണ്, അതായത് ജനുവരി 2-ാം തീയതി ഉച്ചയോടുകൂടിയാണ് പ്രധാനമന്ത്രി എത്തുക. അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളും അതുപോലെ തന്നെ അതിന്റെ മറ്റ് ഒരുക്കങ്ങൾക്കുമായി BJPയുടെ പ്രവർത്തകരും സാധാരണ ജനങ്ങളും അതിൽ അണിനിരക്കുമെന്നാണ് ഇന്ന് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. രജനി, ശരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2-ന് തൃശ്ശൂരിലെത്തും. സ്ത്രീ സംഗമ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. എം മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.